ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനില്ലാതെ ഇവള് കിടക്കത്തില്ല. താനില്ലാതെ ഞാനും കിടക്കില്ലേ? എനിക്ക് ഇവിടുന്ന് എഴുന്നേക്കാൻ പറ്റില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. ഈ രാത്രിയിലോ? പകലോത്ത ഫയലിന്റെ ഓർത്ത് അടയിരിക്കല്ലേ. എന്തെങ്കിലും പറയപ്പോഴേ സമയം കിട്ടോ. എന്റെ അവസ്ഥ എന്താ മനസ്സിലാക്കുന്നത്? ഗോപാലേട്ടൻ എടുക്കുന്നില്ല. കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ട, ഈ കടയുടെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. ഇത് അങ്ങനെ ഒന്നും ഒഴിഞ്ഞു പോകുന്ന ടൈപ്പ് അല്ല ശാരദാമ്മ. ഇതെന്തോ വലിയ ഇടപാടാ ശാരദാമ്മ. അയാൾ വന്നിരിക്കുന്നതും ആ ഇടപാട് സംസാരിക്കാൻ തന്നെയാ. ചില സമയത്താണെങ്കിൽ ഈ ഗോപാലേട്ടനെ വിളിച്ചോട്ട് കിട്ടൂല്ല. ഇതിനു മുമ്പൊന്നും ഇയാളോടെ വന്നിട്ടില്ലല്ലോ. ഇല്ലെന്നേ. ഇങ്ങനെ ഒരു പേരുള്ള കമ്പനിക്കാരനെ കുറിച്ച് ഗോപാലേട്ടന് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും കടയുടെ മുന്നിൽ അയാൾ ബീഡിക്കുറ്റി കൊണ്ട് പൂക്കളം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അടിച്ചു വാരി കളഞ്ഞോണേ. അമ്മയുടെ ഭർത്താവിന്റെ കൂട്ടുകാരനല്ലേ. എടി, ദോശയും പുട്ടും ഒക്കെ വാരി വലിച്ചു കഴിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് വശപിശക തോന്നിയത്. പക്ഷേ ഇതിത്ര മാരണമായിട്ട് നമുക്ക് മുന്നിൽ തന്നെ നിൽക്കുമെന്ന് തോന്നിയില്ല. ആ ഇരിപ്പ് കണ്ടിട്ട് ഗോപാലകൃഷ്ണൻ വരാതെ പോകുന്ന ലക്ഷണമില്ലെന്നാ തോന്നുന്നത്. അതെ, കാര്യമായ എന്തോ പ്രശ്നമാണ് ശാരദാമ്മേ. ഇനി കാശിന്റെ വല്ല പ്രശ്നമാണോ? എന്ത് മാരണമാവോ വലിച്ചു കെട്ടി തലേ വെച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. എന്ത് വന്നാൽ എന്റെ തലയിലേക്കാണല്ലോ കേറി വരുന്നത്. ആ നോക്കാം. അനുഭവിക്കാനുള്ളൊക്കെ അനുഭവിച്ചാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചില കേസുകൾ അങ്ങനെയാ ശാരദാമ്മേ. നമ്മുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കാൻ വേണ്ടി ചിലതെല്ലാം വന്നു ചേരും. അങ്ങനെ വന്നു ചേർന്നിരിക്കുന്ന ഒന്ന് തന്നെയാ ചോദ്യചിഹ്നം പോലെ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഇയാളും. അമ്മ ആ ഫോൺ തന്നെ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അയാളുടെ ഇരിപ്പും മട്ടും ഒക്കെ കണ്ടിട്ട് എന്നെ പേടിയാവുന്നു. ഈ അച്ഛൻ എനിക്ക് ഫോൺ എടുക്കുന്നില്ലല്ലോ. അതല്ലേ ഞാനും പറഞ്ഞത്. ഇതെന്തായാലും ഒരു നടക്ക് പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എന്നാ പിന്നെ അയ്യോ, സാറ് പോയാൽ എങ്ങനെയാ? ഞാൻ പിന്നെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം ശാരദാമ്മേ? അല്ല, ഒന്നുകൂടെ ഗോപാലകൃഷ്ണൻ വിളിച്ചു നോക്ക്. ഇല്ലെങ്കിൽ കാശിന്റെ കാര്യത്തിൽ സമാധാനം ഉണ്ടെന്ന് പറയേ. പോയിട്ട് പിന്നെ വരാൻ പറ. ഇവിടെ അയാളിങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം? ചെല്ലമ്മേ, അമ്മ അങ്ങനെ ചെന്ന് പറഞ്ഞു നോക്ക്. ഗോപാലേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇനി ചിലപ്പോ വൈകാനും സാധ്യതയുണ്ട്. നിങ്ങൾ പോയിട്ട് പിന്നെ വാ. കാശിന്റെ കാര്യത്തിൽ സമാധാനമുണ്ട്. പക്ഷേ പോയാ എനിക്ക് സമാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കണ്ടിട്ടേ പോവൂ. വേലായുധനോടാ കളി. ചിങ്കുചക്ക്
അമ്മയും മക്കളും കിടന്ന് ഉറങ്ങിയ. ഹലോ. പിള്ളേരുറങ്ങിയ? ഞാനില്ലാതെ ഇവള് കിടക്കത്തില്ല. താനില്ലാതെ ഞാനും കിടക്കില്ലേ? എനിക്ക് ഇവിടുന്ന് എഴുന്നേക്കാൻ പറ്റില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. ഈ രാത്രിയിലോ? പകലോത്ത ഫയലിന്റെ ഓർത്ത് അടയിരിക്കല്ലേ. എന്തെങ്കിലും പറയപ്പോഴേ സമയം കിട്ടോ. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കത്ത്. നോക്ക്, ഞാൻ എണീറ്റ് ഇവരെ ഉണരും. വഴിയുണ്ട്. എന്തുവാ? മുട്ടി 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 മുട്ടി. ഇത്രേ ഉള്ളൂ കാര്യം, മനസ്സിലായ? ഇവിടെ ഇറങ്ങ്. എടുക്കട്ടെ? വേണ്ടല്ലേ, ഇറങ്ങ്. ഇറങ്ങൂടെ. പതുക്കെ പതുക്കെ. രണ്ടെണ്ണം കോഞ്ഞ വിത്തോ. അയ്യോ. വിഷ്ണുട്ടാ, മക്കള്. എന്നാ വാ, മേലെ പോവാം. ഇങ്ങോട്ട് പോ. വിഷ്ണുട്ടാ, ഇങ്ങോട്ട് പോ. ഇങ്ങോട്ട് പോ. വിട്ടെ. ഇതെന്ത് കൊച്ചു കുട്ടികളെ പോലെ. നമ്മള് കൊച്ചുകുട്ടികളാണല്ലോ. പ്രായം എത്രയായാലും നമ്മുടെ മനസ്സങ്ങനെയല്ലേ. ഉറക്കം വരാത്ത രാത്രികളിലൊക്കെ ഞാനിതേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കും. നമ്മൾ കണ്ടുമുട്ടിയത്, നമ്മൾ പ്രണയം തുടങ്ങിയത്, പഴയ ആ പ്രണയ നിമിഷങ്ങളൊക്കെ ഓർമ്മയിൽ തെളിയും. അപ്പൊ താൻ എന്റെ ഒപ്പുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാവും. എന്റെ അമ്മോ, ആ സുഖമുള്ള ഓർമ്മയിൽ ഞാൻ ഇങ്ങനെ ഉറങ്ങിപ്പോവും. ആ ഉറക്കത്തിനെ ഒരു പ്രത്യേക സുഖ. ഇന്നിപ്പോ അങ്ങനെ ഓർക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. കൺമുന്നില് നിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ റൂമിൽ പോയിട്ട് ഒരുമിച്ച് പഴയ കാര്യങ്ങൾ ഓർക്കാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് കുറച്ച് വിഷ്ണുട്ടാ